ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾക്ക് മുന്നേ വരെ ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 7:30 ട്രെയിന് കയറിയിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ 8:30 ആവും. പിന്നെ നമ്മളവിടെ നടന്ന് ആ ക്ലാസ്സിനുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എന്താണെങ്കിലും ഞാനവിടെ നേരത്തെ ചെല്ലും. അപ്പോൾ ഞാൻ മാത്രമേ അവിടെ നേരത്തെ ചെല്ലുന്നത് കൊണ്ടും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടും ഞാൻ പിന്നെ വിചാരിച്ചെന്നാൽ പിന്നെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 8:30 ട്രെയിന് പോകാം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഇരിപ്പാണ് കേട്ടോ. അങ്ങനെ ഇന്നും ഞാനൊരു 8:30 ട്രെയിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ ഒരു 8:30 ട്രെയിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ആ ട്രെയിൻ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഒന്നാമത് നമ്മളിപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 9:30 ആവും. ക്ലാസ് തുടങ്ങുന്നത് 9:30-ക്കാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് ബസ് കിട്ടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും താമസിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ പോയില്ല. അടുത്ത ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല, വീട്ടിൽ വന്നു. പിന്നെ ഇന്ന് ഞാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തെ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ട്രെയിൻ ആണെങ്കിൽ കറക്റ്റ് ഒരു മണിക്കൂർ ലേറ്റാണ്. ഇപ്പം തന്നെ 9:30 ആകുമ്പോഴേ നമുക്ക് കായംകുളത്ത് വരത്തുള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 10:30 ആവും. പിന്നെ നമ്മൾ നടന്ന് ബസ് കിട്ടി അങ്ങ് പോകുമ്പോഴത്തേക്ക് വീണ്ടും താമസിക്കും. അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ട്രെയിൻ കയറിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വെറുതെ ഒക്കെ ഇരുന്ന ശേഷം നമ്മളാണെങ്കിൽ ചെടി നടാമെന്ന് വിചാരിച്ചു. ചെടി നടാനല്ല, കുറച്ച് ചെടിയൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് ചെടിയൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇത് ഞാൻ 2-3-4 ദിവസം മുന്നേ ഞാനാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചേ. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിൾ പോലെ തന്നെ ഇങ്ങനെ കിളിച്ചിട്ട് കുഞ്ഞൊരു പൈനാപ്പിൾ കിളിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെടി പോലെ ഈ ഒരു സംഭവമൊക്കെ കിളിച്ച് നിൽക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ പൈനാപ്പിൾ പന്നലായി പോയിട്ട് നമുക്കിത് വേറെ മാറ്റി നടാനൊക്കെ പറ്റും. അങ്ങനെ കുറച്ച് നമ്മുടെ വീട്ടിലങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെടിയൊക്കെ ഞാൻ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രിഡ്ജിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന ചെടിയുടെ വെള്ളമൊക്കെ മാറ്റി പിന്നെ പുതിയതൊക്കെ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ആദ്യം ബലൂൺ ഒന്ന് വീർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വീർപ്പിച്ച ചുവന്ന ബലൂൺ ആദ്യം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ചെയ്യാൻ നേരത്ത്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു ഷീറ്റ് ബൈൻഡിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് റൗണ്ട് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് പേപ്പർ ഒട്ടിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ഫുള്ള് നനഞ്ഞ് കുതിർന്ന് അത് പോയി. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്ത് അതും പോയി. പിന്നെ ഞാനാണെങ്കിൽ മൂന്നാമത് പിന്നെ ഇങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്രത്തോളം അത് സക്സസ് ആയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആ ഒരു ബലൂൺ പൊട്ടിപ്പോയത് കൊണ്ട് ഞാനൊരു പച്ച ബലൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പശയും വെള്ളവും കൂടെ ഒക്കെ ആക്കിയിട്ട് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ റൗണ്ടായിട്ട് വെട്ടിയെടുത്ത ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളാണെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒട്ടാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡ്രയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഒരു ഷീറ്റ് റൗണ്ടായിട്ട് വെട്ടിയെടുത്തിട്ട് ഇതേപോലെ തന്നെ ചെറിയൊരു കോൺ പോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാപ്ലെയർ വെച്ചിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളിത് ഈ ഒരു ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതേ ഉള്ളേ. അങ്ങനെ ഉണങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാസ്റ്ററോ പാരീസോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റോ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാനാണെങ്കിൽ തുണിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാനാണെങ്കിൽ ഇങ്ങനെ പേപ്പർ ഉണക്കിയിട്ട് ആ ബലൂൺ അങ്ങ് പൊട്ടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു ബൗളിനെ പോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിത് അതിൻ്റെ മുകളിലൂടെ അതിൻ്റെ അകത്തൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ കറക്കി ശരിക്കും എടുക്കട്ടെ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് കുതിർന്ന് അത് പന്നലായി പോകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ അതേപോലെ തന്നെ സെയിം സംഭവം തന്നെ ഇങ്ങനൊരു വീഡിയോയിൽ ഇങ്ങനെയും ചെയ്യുന്ന ഒരു മെത്തേഡ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പൊട്ടി എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ടാക്കി അത് രണ്ടും തകർന്നു പോയി. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചിങ്ങനെ കയ്യിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കയ്യിൽ നല്ലപോലെ തന്നെ ഡ്രൈ ആവട്ടെ കൈ. പിന്നെ നമ്മളാണെങ്കിൽ ഇതേപോലെ തന്നെ ആക്കി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ സെറ്റാക്കി വന്നിട്ടുണ്ട്.
പിന്നെ നമ്മളാണെങ്കിൽ ഒന്ന് ഷാർപ്പല്ല അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു 3 കളറാണ് ഇതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ വൈറ്റ് പെയിൻറ്റും കൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ആ ഒരു പിറ്റേ ദിവസം നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ശരിയാക്കി എടുത്തുള്ളൂ. പിന്നെയും രാത്രിയായിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ളാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാവേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ